Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ആണ്. മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ടോപ്പിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ടോപ്പിക്സ് ആണ് ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, Newton's second law, Newton's third law, Newton's law of gravitation, parallelogram law, principle of transmissibility, equilibrium laws, law of triangular forces, Lami's theorem, concept of a rigid body, coplanar concurrent forces, equilibrium equations, free body diagrams, moment of a force, Weirachman's theorem of moments. ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഈ സ്ലൈഡിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ടോപ്പിക്സ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. സോ ഫസ്റ്റ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. Engineering mechanics is the physical science which describes and predicts the conditions of rest or of motion of body under the action of forces. ഒരു ഫോഴ്സിന്റെ ആക്ഷൻ കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന മൂവ്മെന്റിനെ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്സ് ആണുള്ളത്, സ്റ്റാറ്റിക്സ് ആൻഡ് dynamics, where statics deals with the action of forces on body which are at rest and remain at rest. റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. whereas dynamics deals with the motion of bodies under the action of forces. ഫോഴ്സ് കാരണം ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മോഷനെ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. Okay, again dynamics classified as kinematics and kinetics. Kinematics is the study of motion of bodies without reference to the forces which either cause the motion or generated as a result of motion. ഒരു ബോഡിയുടെ മോഷന് കാരണമായ ഫോഴ്സിനെ റെഫർ ചെയ്യാതെ ജസ്റ്റ് ആ ബോഡിയുടെ മോഷനെ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. whereas kinetics is the study of relationship between motion and forces which cause the motion. Kinetics എന്ന് പറയുന്നത് ഫോഴ്സസ്, മോഷന് കാരണമായ ഫോഴ്സും മോഷൻ ഓഫ് ബോഡിയുടെ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്ന സ്റ്റഡീനെയാണ് നമ്മൾ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ മെയിൻ ആയിട്ട് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ആണുള്ളത്. ഡൈനാമിക്സ് ക്ലാസിഫൈഡ് ആസ് കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 5 മോഡ്യൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് 3 മോഡ്യൂൾസ് വരുന്നത് സ്റ്റാറ്റിക്സിലാണ്, ലാസ്റ്റ് 2 മോഡ്യൂൾസിൽ വരുന്നത് ഡൈനാമിക്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോസ് ഓഫ് മെക്കാനിക്സ് ആണ്. ഇത് ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ലോസ് ഓഫ് മെക്കാനിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദം. ലോസ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത് Newton's first law, Newton's second law, Newton's third law, Newton's law of gravitation, parallelogram law. ഇതിലെ Newton's first, second, third law ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Newton's first law ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Every body continues in its state of rest or of uniform motion in a straight line unless it is acted upon by some external force. അപ്പോൾ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നിടം വരെ ആ ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. ദെൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, the rate of change of momentum is proportional to the applied force and acts in the direction of applied force. ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ നിന്നുമാണ് നമുക്ക് F is equal to ma എന്ന ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, then Newton's third law, to every action there is an equal and opposite reaction. ഇതിനെ ന്യൂട്ടൺസ് തേർഡ് ലോ എന്നും പറയും, ആൻഡ് ഓൾസോ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്നും ന്യൂട്ടൺസ് തേർഡ് ലോയിനെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് പാരലോഗ്രാം ലോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം.
So Newton's law of gravitation, first ഞാൻ statement വായിക്കാം. Two particles are attracted towards each other along the line connecting them with a force whose magnitude is proportional to the product of their masses and inversely proportional to the distance between, to the square of the distance between them. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് നമുക്ക് രണ്ട് ബോഡീസ് ഉണ്ട്, ആ രണ്ട് ബോഡീസിന്റെ മാസ് m1 m2 ആണ്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഈ രണ്ട് മാസിനും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസ്. If the force of attraction between the two bodies is F, according to Newton's law of gravitation, F is proportional to m1 m2 by r square. Okay, where m1 and m2 mass of two bodies are distance between two bodies. Okay, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. F is equal to g m1 m2 by r square, where g is the universal constant. Okay. The next point, when a particle of mass m lies on the surface of the earth, the force exerted by the earth on the body is the weight of the particle, and it is given by W is equal to g mm by r square, where g is the universal constant, capital M mass of earth and capital R radius of earth. ഈ ഇക്വേഷനിൽ ക്യാപിറ്റൽ ജി കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റൽ എം കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റൽ ആർ കോൺസ്റ്റന്റ് ആണ്. സോ ജി എം ബൈ ആർ സ്ക്വയർ ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ സ്മോൾ ജി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി, വേർ ജി ഇസ് നോൺ ആസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, parallelogram law, ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. If two forces acting simultaneously at a point are represented in magnitude and direction by the two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by the diagonal of the parallelogram, which passes through the point of intersection of the two sides representing the forces. അപ്പോൾ പാരലോഗ്രാം ലോ പറയുന്നത് നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഒ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ആണ് പി ആൻഡ് ക്യൂ. ഈ രണ്ട് ഫോഴ്സിനെയും ഞാനൊരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഞാൻ ഈ രണ്ട് ഫോഴ്സ് പി ആൻഡ് ക്യൂവിനെ ഒ എ സി ബി എന്ന പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും, which is passing through the point of intersection of these two forces. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് തരുന്നത് ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. If the angle between two forces P and Q is alpha, then the resultant R is equal to root of P square plus Q square plus 2PQ cos alpha. If theta is the inclination of force P with resultant, force P റിസൾട്ടന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ tan theta is equal to sin alpha by P by Q plus cos alpha. And if phi is the angle between force Q and resultant, then tan phi is equal to sin alpha by Q by P plus cos alpha. Okay, just ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സിൽ രണ്ട് ഫോഴ്സിനെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് നമുക്കുണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സിനെയും നമുക്ക് ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ cos alpha, where alpha is the angle between two forces. If the inclination of force P with resultant is theta and inclination of force Q with resultant is phi, then tan theta is equal to sin alpha by P by Q plus cos alpha, and tan phi is equal to sin alpha by Q by P plus cos alpha. Also alpha is equal to theta plus phi. ഇനി മൂന്ന് കേസസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. When alpha is equal to 0,
R is equal to root of p square plus q square plus 2pq cos alpha. ഈ ഇക്വേഷനിൽ ആൽഫയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ R is equal to p plus q. അതായത് മാക്സിമം റിസൾട്ടന്റ് കിട്ടുന്നത് when alpha is equal to 0. Similarly, when alpha is equal to 90 degree, R is equal to root of p square plus q square. When alpha is equal to 180 degree, R is equal to p minus q. The രണ്ട് ഫോഴ്സിന്റെ least resultant കിട്ടുന്നത് when alpha is equal to 180 degree. Okay, അപ്പോൾ when alpha is equal to 0, greatest resultant ആയിരിക്കും. When alpha is equal to 180 degree, least resultant ആയിരിക്കും. Okay, ഇത്രയാണ് പാരലോഗ്രാം ലോയിൽ അറിയേണ്ടത്. ഡെഫിനിഷൻ അറിയണം, ഇക്വേഷൻസ് അറിയണം. The next important ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആണ്. ഇത് ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. So first ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Principle of transmissibility states that the point of application of a force can be transmitted along its line of action without changing the effect of the force on any rigid body to which it is applied. So principle of transmissibility ലോട്ട് കടക്കുന്നതിന് മുന്നേ just rigid body എന്താണെന്ന് പറയാം. Rigid body എന്ന് പറയുന്ന body which does not deforms by the application of an external force. ഒരു external force apply ചെയ്യുമ്പോൾ deformed ആകാത്ത ബോഡീനെയാണ് നമ്മൾ rigid body എന്ന് പറയുന്നത്. ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ external force apply ചെയ്യുമ്പോൾ deformed ആകാത്ത ബോഡീനെ നമ്മൾ rigid body എന്ന് പറയും. ആൻഡ് ഓൾസോ if നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം ബോഡിയിൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, but if the deformation is very small compared to the overall dimension of the body, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആ ബോഡിയുടെ ഓവറോൾ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ അങ്ങനെയുള്ള ബോഡീസിനെയും നമ്മൾ റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു അവർ ടോപ്പിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത് ഒരു ഫോഴ്സിനെ ആ ഫോഴ്സിന്റെ തന്നെ ലൈൻ ഓഫ് ആക്ഷനിലെ ഏതൊരു പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്താലും റിജിഡ് ബോഡിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഫിഗർ വരയ്ക്കുക. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗർ എ, ഇവിടെ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്, ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് എ ബി. ഫസ്റ്റ് നമ്മുടെ ഫോഴ്സിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഫസ്റ്റ് ഫിഗർ എയിൽ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട് എഫ്. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഈസ് എ, അതായത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എ ബി ആണ്. സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ ഫോഴ്സ് എഫിന്റെ ലൈൻ ഓഫ് ആക്ഷനിലെ ബി എന്ന പോയിന്റിൽ ഈ എഫിന്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? അപ്പോൾ ഫസ്റ്റ് ഫിഗറും ഫിഗർ ബിയും സെയിം തന്നെ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യത്തെ ഫിഗറിൽ എ എന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഫിഗറിൽ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ ബി എന്ന പോയിന്റിൽ എഫിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ തേർഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എ എന്ന പോയിന്റിലെ ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്തു. ബി എന്ന പോയിന്റിൽ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫോഴ്സിനെ റിമൂവ് ചെയ്തു. ഓക്കെ, അതായത് സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ ഈ കാണിക്കുന്ന എഫ് എന്ന ഫോഴ്സിനെ റിമൂവ് ചെയ്തു. എയിലെ എഫ് എന്ന ഫോഴ്സിനെ റിമൂവ് ചെയ്തു. ബിയിൽ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന എഫ് എന്ന ഫോഴ്സിനെ റിമൂവ് ചെയ്തു. അപ്പൊ ബാക്കി ഏത് ഫോഴ്സേ ഉള്ളൂ? ബി എന്ന പോയിന്റിലെ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ആൻഡ് ഫിഗർ എ ആൻഡ് സി ശ്രദ്ധിച്ചേ. ആദ്യം പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എയിലായിരുന്നു. ഫിഗർ സി എത്തിയപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ബിയിലായില്ലേ? അപ്പോൾ റിജിഡ് ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നു? സോ ഇങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നെക്സ്റ്റ് ഇക്വിലിബ്രിയം ലോസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. സ്റ്റേറ്റ്മെന്റ്: if three forces acting at a point are in equilibrium, then they can be represented in magnitude and direction by the side of a triangle taken in the same order. അപ്പോൾ ലോ ഓഫ് ട്രയാങ്കുലർ ഫോഴ്സസ് പറയുന്നത് മൂന്ന് ഫോഴ്സസ് ഉണ്ട്. മൂന്ന് ഫോഴ്സസും ഒരു പോയിന്റിലാണ്
ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ 3 ഫോഴ്സിനെയും നമുക്കൊരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്നാണ് ലോ ഓഫ് ട്രയാങ്കുലർ ഫോഴ്സസ് പറയുന്നത്. ജസ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് F1, F2 ആൻഡ് F3 3 ഫോഴ്സസ് തന്നിട്ടുണ്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് O. ഈ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഈ 3 ഫോഴ്സിനെയും നമുക്കൊരു ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് ഫിഗർ തന്നിരിക്കുന്നത്. സോ ഇതാണ് ലോ ഓഫ് ട്രയാങ്കുലർ ഫോഴ്സസ്. ദെൻ നെക്സ്റ്റ് ഇക്വിലിബ്രിയം ലോ എന്ന് പറയുന്നത് ലാമീസ് തിയറം ആണ്. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. So statement, if 3 forces acting at a point are in equilibrium, then each force is proportional to the sine of angle between other two forces. അതായത് ലാമീസ് തിയറം പറയുന്നത് 3 ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റു 2 ഫോഴ്സിനും ഇടയിലുള്ള ആംഗിളിന്റെ സൈൻ വാല്യൂക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ 3 ഫോഴ്സസ് ഉണ്ട്, F1, F2 ആൻഡ് F3 ആക്ടിങ് അറ്റ് എ കോമൺ പോയിന്റ്. F1, F2 ഇടയിലുള്ള ആംഗിൾ ഗാമ, F2, F3 ഇടയിലുള്ള ആംഗിൾ ആൽഫ, F1, F3 ഇടയിലുള്ള ആംഗിൾ ബീറ്റ. According to Lami's theorem, F1 is proportional to sine of angle between F2 and F3. That is, F1 is proportional to sine alpha. Okay, that is F1 by sine alpha is equal to a constant. Similarly, F2 by sine beta is equal to a constant. F3 by sine gamma is equal to a constant. Therefore, according to Lami's theorem, F1 by sine alpha is equal to F2 by sine beta is equal to F3 by sine gamma. Okay, so ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ലാമീസ് തിയറത്തിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോപ്ലാനാർ ആൻഡ് നോൺ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം. കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം, ഇഫ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈസ് ഓൺ ദി സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ കോപ്ലാനാർ ഫോഴ്സസ്, ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ഡസ് നോട്ട് ലൈസ് ഓൺ ദി സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യാത്ത ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറയുന്നത്. Similarly, collinear and non-collinear. Collinear forces are those forces whose line of action lies on the same line. ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ collinear force എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ collinear forces whose line of action does not lies on the same line. Next, concurrent and non-concurrent. Concurrent forces whose line of action meet at a common point. ഒരു common pointൽ meet ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ കൺകറന്റ് പോയിന്റ് എന്ന് പറയുന്നത്. നോൺ കൺകറന്റ് ഫോഴ്സസ്, ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ഡസ് നോട്ട് മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. Then next, parallel and non-parallel forces. Parallel forces whose line of action are parallel to each other. Non-parallel forces whose line of action are not parallel to each other. ഇനി parallel forcesൽ തന്നെ like parallel ഫോഴ്സും ഉണ്ട്, unlike parallel ഫോഴ്സും ഉണ്ട്. Like parallel force എന്ന് പറയുമ്പോൾ forces whose line of action are parallel to each other and in the same direction. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആയിരിക്കും, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ലൈക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അൺലൈക്ക്. സോ അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സസ് whose line of action are parallel to each other and acts in opposite direction. Okay, ഇത്രയാണ് ഡിഫറെന്റ് ഫോഴ്സ് സിസ്റ്റംസ്. Then next important topic, equilibrium equations. നമുക്ക് മെയിൻ ആയിട്ട് 3 equilibrium equations ആണുള്ളത്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ആൻഡ് ഓൾസോ മൊമെന്റ് ഓഫ് ഫോഴ്സ്, സം ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ നമുക്ക് 3 equilibrium equations ആണുള്ളത്. സിഗ്മ Fx is equal to 0, സിഗ്മ Fy is equal to 0 and സിഗ്മ M is equal to 0, where sigma Fx sum of forces along x direction, sigma Fy sum of force along y direction, sigma M sum of moment of force about any axis. Okay. The next important term is moment of a force. Moment of a force is defined as the turning tendency of a body. ഒരു ബോഡിയുടെ ടേണിംഗ് ടെൻഡൻസിനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓർ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് is the measure of its tendency to cause a body to rotate about a specific point or axis.
ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ആം ഓഫ് ഫോഴ്സ്. അപ്പം മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ആം ഓഫ് ഫോഴ്സിന്റെയും പ്രോഡക്റ്റ് ആണ്. Where arm of force is the perpendicular distance between moment center and line of action of force. Arm of force എന്ന് പറയുന്നത് moment centerഉം line of action ഫോഴ്സിന്റെ line of action ആയിട്ടുള്ള perpendicular distance ആണ്. moment center എന്ന് പറയുന്നത് ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നത് ആ പോയിന്റിനെയാണ് moment center എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഫോഴ്സ് എഫ് കൺസിഡർ ചെയ്യാണ് ആക്ടിങ് അറ്റ് എ പോയിന്റ് എ. The force F act in the point A ആണ്. So A is the point of application of force. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് AB എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. Moment of this force about O is given by F into OB, where OB is the arm of the force. Okay, അപ്പോൾ ഈ ഫോഴ്സിന്റെ moment about O എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും മൊമെന്റ് സെന്റർ O മൊമെന്റ് സെന്റർ ആണ്. മൊമെന്റ് സെന്റർ ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് OB. Okay, അപ്പോൾ moment of this force F about O എന്ന് പറയുന്നത് magnitude of force F into arm of force OB. Okay. Then next important topic Vargnan's theorem. Statementum proofum important ആണ് പഠിക്കുക. So statement, moment of a force about any axis is equal to the sum of moment of its components about the same axis. അപ്പോൾ Vargnan's theorem പറയുന്നത് ഒരു ഫോഴ്സിന്റെ മൊമെന്റ് അബൌട്ട് എനി ആക്സിസ് എന്ന് പറയുന്നത് ആ ഫോഴ്സിന്റെ കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് ഒരു ഫോഴ്സ് എഫ് ആണ്, ആ ഫോഴ്സിന്റെ മൊമെന്റ് സെന്റർ ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ആണ്. ഈ ഫോഴ്സ് എഫിന്റെ കമ്പോണൻസ് ആണ് F1 F2. ഈ F1 F2 മൊമെന്റ് സെന്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് D1 D2 എങ്കിൽ F into D is equal to F1 D1 plus F2 D2. ഇതാണ് നമ്മുടെ വാർഗ്നൻസ് തിയറം. അതായത് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗറിലെ രണ്ട് ഫോഴ്സ് F1 F2. ഈ F1 F2 എന്ന് പറയുന്നത് ഫോഴ്സ് എഫിന്റെ കമ്പോണൻസ് ആണ്. ഫോഴ്സ് എഫ് മൊമെന്റ് സെന്റർ OU ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്. F1ഉം OU ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D1, F2ഉം OU ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D2. ഇങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു വാർഗ്നൻസ് തിയറം F into D is equal to F1 D1 plus F2 D2. Okay. So next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് തിയറി പോർഷൻ ആണ്. ദാറ്റ് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം. കൺസെപ്റ്റ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രാം, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത് പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് നോക്കാം. The sketch in which the body is completely isolated from its supports and in which all the forces acting on it are shown is called a free body diagram. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിൽ നിന്നും ഓരോ ബോഡീനെയും സെപ്പറേറ്റ് ചെയ്ത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ വരയ്ക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഈസിലി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് ആ പെർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഓരോ ബോഡിയിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സെൽഫ് വെയിറ്റ്. എല്ലാ ബോഡിയിലും സെൽഫ് വെയിറ്റ് ഉണ്ടായിരിക്കും. ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. എപ്പോഴും സെൽഫ് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ ഒരു സിസ്റ്റത്തിൽ രണ്ട് ബോഡീസ് ഉണ്ട്. ആ ഓരോ ബോഡിയിലെയും സെൽഫ് വെയിറ്റ് W1 W2 വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ കോൺടാക്ട് സർഫസിലെല്ലാം ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ സിലിണ്ടറും വെർട്ടിക്കൽ വോളും ആയിട്ടുള്ള കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. സിലിണ്ടർ 1ഉം വെർട്ടിക്കൽ വോളും ആയിട്ടുള്ള കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. സിലിണ്ടർ 2ഉം ഫ്ലോറും ആയിട്ടുള്ള കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. അതുപോലെ ഈ രണ്ട് സിലിണ്ടേഴ്സും തമ്മിലുള്ള കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദി ബോഡി. ഓക്കെ, അപ്പോൾ സെൽഫ് വെയിറ്റ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ ആക്ട്സ് ടുവേർഡ്സ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ രണ്ട് ഫോഴ്സസ് വരുന്നതാണ് ഓൾറെഡി ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് ബോഡീനെ നമ്മൾ ഒരു സ്ട്രിങ് വെച്ചോ റോപ്പ് വെച്ചോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ടെൻഷൻ ആക്ട്സ് അവേ ഫ്രം ദ ബോഡി.
അതുപോലെ ബോഡീനെ റിജിഡ് ബാർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ആ റിജിഡ് ബാറിൽ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ടെൻഷൻ ആക്ട്സ് ടുവേർഡ്സ് ദി ബോഡി. ഓക്കെ, ഇത്രയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സസ്. ഫ്രീ ബോഡി ഡയഗ്രാം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് എഴുതണം. ഓൾസോ ജസ്റ്റ് ഒരു സിസ്റ്റവും കുറച്ച് ബോഡീസും വരച്ച് ഓരോ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കാണിക്കുക. ഓക്കെ, താങ്ക് യു.